വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ്. ആറ്റിങ്ങലിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയെന്ന പരാതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. ബിജു രമേശിനെ തടഞ്ഞുവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പ്രതികരിച്ചത്. വേറെ ജോലിയുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഡീൽ ഉറപ്പിക്കാനാണ് ബിജു രമേശ് കോളനിയിൽ പോയതെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് ആരോപിച്ചു. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പയറ്റിയ ഒരു തന്ത്രമാണ്. അത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തന്നെ കാശ് കൊടുക്കലല്ല, ഒരു ഡീല് ഉറപ്പിക്കുക. ആ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം തൊട്ടുപുറകെ വേറൊരു വണ്ടിയിൽ ആളുകൾ വന്ന് പൈസ കൊടുക്കുക. ഇതാണ് കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങളിപ്രാവശ്യം വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷേ അടൂർ പ്രകാശ് 5 കൊല്ലവും ഏതെങ്കിലും ഒരു കോളനിയിൽ 1 രൂപ ചെലവാക്കിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പണവുമായിട്ട് ആളെ വിടുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു സാങ്കേതികത്വം എന്താണ്? പക്ഷേ ഇങ്ങനെ കോളനികൾ കേന്ദ്രീകരിച്ച് ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോവുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതൊരു ശരിയായ ഒരു രീതിയല്ല. മദ്യമൊഴുക്കിയും പണം നൽകിയും വോട്ട് വാങ്ങുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നായിരുന്നു BJP സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രതികരണം. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതായിട്ടുള്ള പല വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. മദ്യമൊഴുക്കിയും പണം കൊടുത്തും വോട്ട് വാങ്ങുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതുകൊണ്ട് ജനങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ സജീവമായിട്ട് രംഗത്ത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട്, സുനിഷ അയലൂർ, അഷിൻ ഡിയാഗോ എന്നിവർ ചേരുകയാണ് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. നമുക്ക് ആദിൽ പാലോടിൽ നിന്ന് തുടങ്ങാം. ആദിൽ, ഇന്നലെ രാത്രി നമ്മളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അഷിൻ. തത്സമയം ബിജു രമേശിന്റെ പ്രതികരണവും എടുക്കുന്നുണ്ടായിരുന്നു. വെൽഡൺ അഷിൻ. അപ്പോൾ ആദിൽ നിന്ന് തുടങ്ങാം. ആദിൽ, അടൂർ പ്രകാശിനെ കണ്ട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? ബന്ധു കൂടിയാണല്ലോ ബിജു രമേശ്, എന്നിട്ടും മിണ്ടാതെ ദേഷ്യപ്പെട്ടു പോവുകയാണോ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ ആരോപണവും ഇന്നലെ നടന്ന സംഭവങ്ങളുമൊക്കെ ഒരു പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കോളനിയിൽ ബിജു രമേശിൻ്റെ അടൂർ പ്രകാശിൻ്റെ ബന്ധു കൂടിയായ ബിജു രമേശ് എത്തുന്നു. അവിടെ LDF പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നു. ഒരു തരത്തിലും പണമോ മറ്റ് ആനുകൂല്യങ്ങളോ LDF പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മദ്യവും പണവും ഒഴുക്കാനാണ് പലയിടത്തും കൊടുക്കാനും വിതരണം ചെയ്യുവാനാണ് കോളനികൾ കേന്ദ്രീകരിച്ച് ബിജു രമേശിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര ചെയ്യുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ബലവത്താക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് LDF പറയുന്നത്. LDF പറയുന്നത് ആരോപണത്തെ പൂർണ്ണമായി നിഷേധിക്കുമ്പോഴും അതിനെ മറുപടി പറഞ്ഞ് വിവാദമാക്കേണ്ടതില്ല എന്നതാണ് UDF ക്യാമ്പിൻ്റെ നിലവിലെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആ നിലയിലുള്ള ദൃശ്യങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ റിപ്പോർട്ടർ TV-യോട് ക്ഷുഭിതനായാണ് അടൂർ പ്രകാശ് പ്രതികരിക്കുകയും ചെയ്തത്. തനിക്കൊന്നും പറയാനില്ല, തനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയായിരുന്നു അടൂർ പ്രകാശ് ചെയ്തത്. ആവർത്തിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്തു, പ്രതികരണത്തിന് തയ്യാറാണോ? അല്ല എന്നറിയിച്ചു. ഇതിനൊന്നും മറുപടി പറഞ്ഞു പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കും. മറ്റാരോപണങ്ങൾ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. വി ജോയുടെ ആരോപണങ്ങൾക്കും മറ്റ് സ്ഥാനാർത്ഥികളുടെ ആരോപണങ്ങൾക്കും താൻ മറുപടി പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും UDF-ന്റെ കാര്യത്തിൽ ഒരു പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ആരോപണം മാത്രമല്ലല്ലോ, അതിൽ കയ്യോടെ പിടിച്ചതല്ലേ? ബിജു രമേശിനെ വീട്ടിലിരുന്നപ്പോഴല്ലോ ഈ LDF പ്രവർത്തകർ പോയിട്ട് പണം കൊടുത്തു എന്ന് പറഞ്ഞത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ബിജു രമേശിനെ പ്രേക്ഷകരും കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ റിപ്പോർട്ടറിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിന് നമ്മളോട് എന്തിനാണ് ക്ഷോഭിക്കുന്നത്? അങ്ങനെ അങ്ങ് ചൂടായാൽ എങ്ങനെയാണ് ശരിയാകുന്നത് സാർ എന്ന് ചോദിക്കാമായിരുന്നില്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ റോൾ ചെയ്യാത്ത ഭാഗത്ത് അങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനം UDF-ന്റെ വാദം ഈ ബിജു രമേശിനെ കണ്ടു, ശരി തന്നെ. ബിജു രമേശിൻ്റെ വാഹനം കൊള്ളനെത്തി, ശരി തന്നെ. അത് ദൃശ്യങ്ങൾ കാണുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ UDF പറയുന്നത് ഇതിൽ എന്താണ് കണ്ടെത്തിയത്? പണം വിതരണം ചെയ്യാനെന്ന് നിങ്ങൾ പറയുന്നു, എങ്കിൽ പണം എവിടെ എന്ന ചോദ്യം LDF പ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ് UDF എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അടൂർ പ്രകാശും ഈ ചോദ്യം അനൗദ്യോഗികമായി നമ്മളോട് പ്രതികരണത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ പണം കൊടുക്കാനെന്ന് പറയുന്നെങ്കിൽ ആ പണം എവിടെ എന്ന ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ല അതിൽ. പക്ഷേ ഇങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി സുനിഷയ്ക്ക് അറിയാമോ എന്ന് നോക്കാം. സുനിഷ അയലൂർ,
വി ജോയിയുമായി സംസാരിക്കുമ്പോൾ പണം എവിടെ എന്നുള്ളതാണ് ഇന്നലെ മുതൽ തന്നെ UDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുള്ള മറുചോദ്യം. പണം കണ്ടെത്തേണ്ടത് സ്ഥാനാർത്ഥിയാണോ, ഇടത് സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് സ്വാഭാവികമായും വി ജോയിക്ക് ചോദിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ സംവിധാനങ്ങളുണ്ട്, പോലീസിന് സംവിധാനങ്ങളുണ്ട്. ഇന്നലെ മുതൽ നടന്ന സംഭവങ്ങളൊപ്പം വി ജോയിയുടെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു ആയുധം തന്നെയായി മാറുകയല്ലേ ഈ സംഭവം സുനിഷ? തീർച്ചയായിട്ടും സുജയ, UDF ആരോപണം പൂർണ്ണമായി തള്ളുമ്പോഴും ഈ ആരോപണത്തിനെ ഇന്നത്തെ പ്രചരണായുധമാക്കുക എന്നത് തന്നെയാണ് LDFന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഇത് തന്നെയായിരിക്കും പ്രചരണ വിഷയമെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് പറയുകയും ചെയ്തത്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ പണം എവിടെ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുമ്പോഴും വി ജോയ് അതിന് മറുപടി പറയുന്നത് ഇത് ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനം മാത്രമായിരുന്നു ഇന്നലെ നടന്നത് എന്നതാണ്. അതായത് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രധാനികളെ കണ്ട് ആദ്യം ഡീൽ ഉറപ്പിക്കുകയാണ് പതിവ്. അതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് തന്നെ ഇത്തവണ ആവർത്തിക്കുകയായിരുന്നു. ആ തന്ത്രം ഇത്തവണയും പഴറ്റുകയായിരുന്നു. അല്ലെങ്കിൽ ഈ വാഹനത്തിൽ എങ്ങനെ ഇത്തരത്തിൽ പണം കൊണ്ടുവരുന്നു, ബുദ്ധിയുള്ളവർ ഈ വാഹനത്തിലേക്ക് പണം കൊണ്ടുവരുമോ എന്ന ചോദ്യമാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് ചോദിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അത് പിടിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം ഡീൽ ഉറപ്പിക്കുക, പിന്നെ കാശ് കൊടുക്കുക എന്ന UDFന്റെ സ്ഥിരം തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും എന്നതാണ് LDF സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഉത്തരം. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിൽ തന്നെ ഇവിടെ പണം കൊടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഈ ബിജു രമേശ് പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ് അവിടെ എത്തിയതെങ്കിൽ എന്തിനാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും ഇത്തരത്തിൽ അരുവിക്കരയിലേക്ക് ഇത്ര ദൂരം സഞ്ചരിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് വിഷയം സംസാരിക്കാൻ ബിജു രമേശ് വരുന്നത് എന്നതാണ് LDF സ്ഥാനാർത്ഥി പ്രധാനമായും ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് വിഷയം സംസാരിക്കാനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുമായി വരുന്നത് എന്തിനാണ്, വാഹനത്തിൽ എയർഗൺ കരുതിയത് എന്തിനാണ് എന്നതടക്കമുള്ള ചോദ്യവും LDFന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും ഈ അടൂർ പ്രകാശിനെതിരെ ഗുരുതര ആരോപണം തുടക്കം മുതൽ തന്നെ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് തന്നെ ആവർത്തിക്കുകയാണ്. നേരത്തെ MP ആയ സമയത്ത് പോലും ഈ കോളനിയിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വിധത്തിൽ പണം ചിലവാക്കാത്ത അടൂർ പ്രകാശ് MP ആയിരുന്നു. പകരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പണം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ആളുകൾക്ക് ബോധ്യമാകുമെന്നത് തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്നും പറയുന്നത്. ഏതായാലും ഈ വിഷയം LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചരണായുധമായി വീണ് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ കൃത്യമായി ഇത് ഉപയോഗിക്കുക എന്ന് തന്നെയാണ്. നേരത്തെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് UDF LDFനെതിരെ രംഗത്ത് വന്നിരുന്നു. വോട്ടുമറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF UDFനെതിരെ വന്നിരുന്നു. നിലവിൽ ഇപ്പോൾ വീണ്ടും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന ആരോപണം കൂടി ശക്തമായി ഉയർന്നതോടുകൂടി ഇതിൽ പിടിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് LDFന്റെ നീക്കം. സുജയ, ഓക്കെ സുനിഷ, ക്യാഷ് ഫോർ വോട്ട് അതാണ് ആറ്റിങ്ങലിൽ LDF ഈ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും പണം വിതരണം ചെയ്തോ എന്നുള്ളതല്ല, ബിജു രമേശ് എന്തിനാ കോളനിയിൽ പോയി, ആരെ കാണാൻ പോയി, എന്ത് ബിസിനസ്സാണ് എന്നുള്ള ചോദ്യങ്ങളാണ് അവർ പ്രധാനമായും ക്യാമ്പയിനിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ചില